Hello, welcome to Sense of School of Life Sciences. Today we shall talk about cytokine related diseases. Cytokines എന്താണ് നമുക്കറിയാം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ പല സെല്ലുകളുടെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ചില പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ് സൈറ്റോകൈൻസ്. ഇതൊരു മെസ്സഞ്ചർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് cytokines are proteins or glycoproteins that act as chemical messengers in the immune system to control the growth and activity of other immune and blood cells. Examples ഒക്കെയാണ് ഇന്റർലൂക്കിൻസ്, ലിംഫോകൈൻസ്, മോണോകൈൻസ്, ഇന്റർഫെറോൺസ്, കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടേഴ്സ്, ഹീമോകൈൻസ് തുടങ്ങിയവയാണ്. ഇതെവിടെയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഒരു മെസ്സഞ്ചർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സൈറ്റോകിൻ ആക്ട് ചെയ്യുന്ന ടാർഗറ്റ് സെല്ലുകളുടെ സർഫേസിൽ കാണുന്ന സൈറ്റോകിൻ റിസപ്റ്ററിനോ അത് സൈറ്റോകിൻസിനോ തന്നെ ഡിഫക്റ്റ് വന്നാൽ പല ഡിസീസിന് കാരണമാകും. അപ്പോൾ ഡിഫക്ട്സ് ഇൻ ദ എക്സ്പ്രഷൻ ഓഫ് സൈറ്റോകിൻ ആൻഡ് സൈറ്റോകിൻ റിസപ്റ്റേഴ്സ് ഹാവ് ബീൻ ഇംപ്ലിക്കേറ്റഡ് ഇൻ എ നമ്പർ ഓഫ് ഡിസീസസ്, നെയിംലി ചാഗാസ് ഡിസീസ്, ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക്, ലിംഫോയിഡ് ആൻഡ് മൈലോയിഡ് ക്യാൻസേഴ്സ് തുടങ്ങിയവ. ഇപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ചാഗാസ് ഡിസീസിനെ കുറിച്ചാണ് പറയുന്നത്. ചാഗാസ് ഡിസീസ് നമുക്കറിയാം. ചാഗാസ് ഡിസീസ് അങ്ങനെ ട്രിപ്പനോസോമ ക്രൂസിയാണ് കോസ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ട്രിപ്പനോസോമ ഇൻഫെക്ഷൻ വരുമ്പോൾ സിവിയർ ഇമ്മ്യൂൺ സപ്രഷൻ ഉണ്ടാകും. അപ്പൊ അതിന് കാരണം എന്ന് പറയുന്നത് there is reduction in the expression of alpha subunit of IL-2 receptor, interleukin 2 receptor. അതായത് ഈ സൈറ്റോകിൻ പ്രവർത്തിക്കേണ്ട റിസപ്റ്റർ അത് ഇന്റർലൂക്കിൻ 2 റിസപ്റ്ററാണ്. അപ്പൊ അതിന്റെ ഒരു ആൽഫ സബ് യൂണിറ്റില് അതിന്റെ റിഡക്ഷൻ വരും. ഞാൻ അതിനെ കുറിച്ച് പറയാം ഇപ്പോൾ. അപ്പോൾ ചാഗാസ് ഡിസീസ് ഈസ് കാസ്ഡ് ഡ്യൂ ടു ട്രിപ്പനോസോമ ക്രൂസി. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സിവിയർ ഇമ്മ്യൂൺ സപ്രഷൻ. There is a reduction in the expression of alpha subunit of IL-2 റിസപ്റ്റർ. അപ്പൊ നമുക്ക് ഈ IL-2 റിസപ്റ്റർ ഇതാണ് നോക്കാം. ഇതൊരു ഹെറ്ററോ ട്രൈമറിക് പ്രോട്ടീൻ ആണ്. Primary protein ആണ് heterotrimeric protein expressed on surfaces of immune cells such as lymphocytes that binds and corresponds to cytokine called interleukin 2, the IL-2. അപ്പൊ ഈ IL-2R ഇതൊരു പറഞ്ഞ ട്രൈമറിക് ആണ്, ഹെറ്ററോട്രൈമറിക് ആണ്. 3 സബ് യൂണിറ്റ് ഉണ്ട്. ഇത് ആൽഫ സബ് യൂണിറ്റ്, ആൽഫ ചെയിൻ, അതായത് IL-2R ആൽഫ, the beta chain IL-2R beta and the gamma chain IL-2R gamma. ഇതില് ആൽഫ സബ് യൂണിറ്റ് സ്പെസിഫിക് ഫോർ സൈറ്റോകൈൻ ബൈൻഡിങ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് ഇതിലെ ചില ക്വസ്റ്റ്യൻസ് ഞാൻ ചിലത് സെപ്റ്റിക് ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്കിനെ കുറിച്ചാണ്, ക്യാൻസറിനെ കുറിച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ചാഗാസ് ഡിസീസിനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞല്ലോ. അതുകൊണ്ട് അപ്പൊ നമ്മളെ നോട്ട്സ് വായിക്കുന്നവർക്ക് അറിയാം ഈ ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്കിന്റെ ആൻസറും ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നോട്ട് വായിച്ചിട്ടുള്ളവർക്ക് the most common organisms which cause septic shock are the following except E. coli, Klebsiella, bacteroids, streptococci. അതായത് ഈ ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക് ഡിസീസ് കോസ് ചെയ്യുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളാണ്. ഇവ എൻഡോടോക്സിൻ ഇവയാണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ഈ തന്നിട്ടുള്ളതിൽ സ്ട്രെപ്റ്റോകോക്സൈ മാത്രമേ ഏതുള്ളൂ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ട്. ആൻസർ ഇതാണ്. ഓക്കെ, നോട്ട്സ് വായിക്കണം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റിലീസ്ഡ് ഡ്യൂറിങ് ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്ക്? ഇപ്പോൾ എന്താ ക്ലിയർ അല്ലേ? ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളത് എൻഡോടോക്സിൻ. ദെൻ ഇതും ബാക്ടീരിയൽ സെപ്റ്റിക് ഷോക്കുമായി ബന്ധപ്പെട്ടാണ്. ടു which of the following does endotoxin bind during bacterial septic shock? Dendritic cells, bacteria macrophages, T cells, both dendritic cells and macrophages.
ബോത്ത് ഡെൻഡ്രൈറ്റിക് സെൽസ് ആൻഡ് മാക്രോഫേജ് ആണ്. ഇത് നോട്ട്സിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. Then which of the following interleukins is released due to cervical bladder cancer cell? നമ്മൾ 3 തരം ഡിസീസ് ആണല്ലോ പഠിക്കുന്നത്, ലിംഫോയിഡ് ആൻഡ് മൈലോയിഡ് ക്യാൻസേഴ്സ്. അതിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ, ഇന്റർലൂക്കിൻ 6 ആണ്. ഇതൊന്നും മാറിപ്പോകരുത്. അപ്പോൾ ആൻസർ ഇതാണ്, ഡി ആണ്. ഓക്കെ, താങ്ക് യു.